ഏവർക്കും സ്വാഗതം. 10 കൽപ്പനകളിൽ ദൈവത്തെ ഒരു ബിംബമായി വിഭാവന ചെയ്യുകയോ ബിംബങ്ങളെ ഉണ്ടാക്കുകയോ ചെയ്യരുത് എന്ന് വളരെ ശക്തിയായി കർശനമായി നിർദ്ദേശിക്കുവാനുള്ള കാരണം എന്താണ്, അതിൻ്റെ യുക്തി എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ അന്വേഷണ വിഷയം. വേദപുസ്തകത്തിലെ 2-ാമത്തെ പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിലാണ് ഈ കൽപ്പന രേഖപ്പെടുത്തിയിട്ടുള്ളത്. സൗകര്യമുള്ളവർ അത് റെഫർ ചെയ്യാവുന്നതാണ്. ബിംബങ്ങളെ ഉണ്ടാക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് കൊണ്ടുള്ള അപകടം എന്താണ്, ആത്മീകമായ അപകടം എന്താണ്, അത് തിരിച്ചറിയുവാൻ നമുക്ക് ഒരത്യാവശ്യമുള്ളത് കൊണ്ട് അല്പസമയം ഞാൻ നീക്കിവെക്കുകയാണ്. ആദ്യമായി ബിംബാരാധനയെ ന്യായീകരിക്കാനായി പറയുന്ന യുക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് യുക്തിയാണോ അല്ലയോ എന്ന് എന്നെ കേൾക്കുന്നവർ അവർക്ക് വേണ്ടി ചിന്തിക്കട്ടെ. പറയുന്നത് ദൈവം അമൂർത്തമാണ്. മനുഷ്യൻ്റെ പരിമിതികൾ കൊണ്ട് അമൂർത്തമായതിനോട് ബന്ധം പുലർത്തുവാൻ അവന് കഴിയുകയില്ല. അതുകൊണ്ട് അമൂർത്തമായതിനെ ഒരു മൂർത്തി എന്ന നിലയിൽ കൊണ്ടുവച്ചെങ്കിൽ മാത്രമേ അവൻ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ കൂടെ മൂർത്തമായതിൽ നിന്ന് അമൂർത്തമായതിലേക്ക് അവന് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിനെ ന്യായീകരിക്കാനായി ഉപയോഗിക്കുന്ന മുടന്തൻ ന്യായം. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാരും പ്രത്യേകിച്ച് പരിഗണിച്ചോ അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ കാണാറില്ല. അതുകൂടി പറയുമ്പോൾ അത് ഓരോ ഭക്തൻ്റെയും ചുമതലയാണ്, അത് അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഭക്തന് ഈ പരിമിതി ഉണ്ടെന്നും അതുകൊണ്ട് ഈ ഒരു ഊന്നൽപിടി കൊടുത്തെങ്കിൽ മാത്രമേ അവന് പിടിച്ചു നിൽക്കാനൊക്കത്തുള്ളൂ, നേരെ നിൽക്കാനൊക്കത്തുള്ളൂ എന്നും കട്ടായം പറയാനറിയാം. ഇതാണ് മതമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പൊതുവായിട്ടുള്ള വിരോധാഭാസങ്ങളുടെ ഒരു ചെറിയ അംശം എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. അപ്പോൾ ബിംബാരാധന കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നം എന്താണ്, ഇത് നാം വ്യക്തമായി മനസ്സിലാക്കണം. ബിംബം എന്ന് പറയുമ്പോൾ അതൊരു വസ്തുവാണ്. ബിംബം ഒരു വസ്തുവാണ്. മനുഷ്യന് കഴിയുമെങ്കിൽ എല്ലാറ്റിനെയും വസ്തുക്കളായി ഒന്ന് രൂപാന്തരം വരുത്തുവാൻ താല്പര്യമുണ്ട്. 2 തരത്തിലുള്ള രൂപാന്തരങ്ങൾ ഈ തരുണത്തിൽ നാം തിരിച്ചറിയണം. ആത്മീകമായ ഒരു രൂപാന്തരമുണ്ട്. അതെന്താണ്? നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റി സ്ഥാപിക്കുന്ന വിടുതലിൻ്റെ അനുഭവത്തിൻ്റെ പേരാണ് ആത്മീകമായ രൂപാന്തരം. എന്നാൽ മറ്റൊരു രൂപാന്തരമുണ്ട്, അതിന് ഘടകവിരുദ്ധമാണ്. ആദ്യം സംഭവിച്ച രൂപാന്തരം ആത്മീയമായത് ഭൗതികമാകുന്ന രൂപാന്തരമാണ്. അതെല്ലാറ്റിനെയും വികൃതമാക്കുന്ന രൂപാന്തരമാണ്. അപ്രകാരമുള്ള വികൃതമാക്കുന്ന രൂപാന്തരം സംഭവിച്ചത് കൊണ്ടാണ് എല്ലാറ്റിനെയും മഹത്വത്തിലേക്ക് വഴി നടത്തുന്ന ആത്മീയമായ രൂപാന്തരം ആവശ്യമായി വന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ രൂപാന്തരത്തെ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് മനുഷ്യ സ്വഭാവത്തിൻ്റെ വികൃതിയാണ്, അതിൻ്റെ പരിമിതിയാണ്. അതെന്താണ്? എല്ലാറ്റിനെയും വസ്തുക്കളായി മാത്രം കൈകാര്യം ചെയ്യുക. കാരണം വസ്തുക്കളെ കൈകാര്യം ചെയ്യുവാനും നിയന്ത്രിക്കുവാനും തങ്ങളുടെ ഇംഗിതത്തിന് കീഴ്പ്പെടുത്താനും മനുഷ്യന് കഴിയും. ഇപ്പോൾ വായു, അതിനെ വേണ്ടതുപോലെ നിയന്ത്രിക്കാൻ ഇപ്പം എൻ്റെ സൗകര്യമനുസരിച്ച് വായു പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എൻ്റെ സൗകര്യമനുസരിച്ച് സൂര്യപ്രകാശം ഒന്നിൽ പ്രകാശിക്കണം അല്ലെങ്കിൽ കണ്ണടയ്ക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എൻ്റെ സൗകര്യമനുസരിച്ച് ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല.
അതേസമയം തന്നെ മനുഷ്യന് ദൈവത്തോട് ബന്ധം വേണം, അതുകൊണ്ട് വലിയ ഗുണമുണ്ട്. അതേസമയം തന്നെ ദൈവത്തോട് മനുഷ്യന് സൗകര്യപ്പെടുന്ന വിധത്തിൽ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ, നിലനിർത്തണമെങ്കിൽ അമൂർത്തമായ ദൈവത്തോടത് പറ്റില്ല. അതുകൊണ്ട് ദൈവത്തെ ഒരു വസ്തുവാക്കി പരിമിതപ്പെടുത്തിയെങ്കിൽ മാത്രമേ മനുഷ്യന് അവൻ ഇപ്രകാരം വിഭാവന ചെയ്ത് അവൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച് ഇപ്പോൾ അവൻ്റെ ഇംഗിതത്തിൻ്റെ പരിധിയിൽ മാത്രം നിർജ്ജീവമായി സ്ഥിതി ചെയ്യുന്ന ദൈവത്തോട് തോന്നിയവാസം കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് തോന്നിയ വിധത്തിൽ, താല്പര്യപ്പെടുന്ന വിധത്തിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഇന്നത്തെ യുക്തി. അപ്പോൾ ബിംബാരാധനയിൽ കൂടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ജീവനുള്ള ദൈവത്തെ, അഭൗമമായ ദൈവത്തെ ചെറിയ വസ്തുക്കളായി മനുഷ്യൻ പരിമിതപ്പെടുത്തുന്നു. ഒരു സൈഡിൽ പറയും ദൈവം അപ്രമേയനാണ്, എല്ലാ സൃഷ്ടിയുടെയും സൃഷ്ടികർത്താവാണ്, അണ്ഡകടാഹത്തേക്കാൾ വലുതാണ് എന്ന് പറയുകയും അതേസമയം തന്നെ ആ ദൈവത്തെ മനുഷ്യൻ അവൻ്റെ കരം കൊണ്ടുണ്ടാക്കുന്ന ചെറിയ ചെറിയ വസ്തുക്കളാക്കി വിരൂപമാക്കുകയും ചെയ്യും. ഊറ്റി ശോഷിപ്പിച്ച് ചപ്പി ചീപ്പി ഇല്ലാതാക്കുകയും. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ഇത് മനസ്സിലാക്കാതെ നമുക്ക് മതത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അപ്പോൾ ബിംബാരാധനയിൽ പ്രവർത്തിക്കുന്ന മർമ്മം എന്താണ്? ദൈവത്തെ ഒരു വസ്തുവാക്കി ചുരുക്കുക. എന്തിനാണ് ദൈവത്തെ അങ്ങനെ ചുരുക്കുന്നത്? അങ്ങനെ മനുഷ്യൻ്റെ ഇംഗിതമനുസരിച്ച്, താല്പര്യമനുസരിച്ച്, വിഭാവന അനുസരിച്ച് ചുരുക്കപ്പെട്ട് വസ്തുക്കളുടെ മാധ്യമത്തിൽ മനുഷ്യൻ്റെ കരങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന ദൈവത്തിനോട് മാത്രമേ മനുഷ്യൻ അവൻ്റെ സൗകര്യവും താല്പര്യമനുസരിച്ച് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന വിഗ്രഹങ്ങൾ ദൈവമാണെന്ന് സങ്കല്പിക്കുകയും തങ്ങളുടെ താല്പര്യങ്ങളൊക്കെ മഴ പെയ്യുന്നത് പോലെ ആ വിഗ്രഹത്തിൻ്റെ മേൽ നിരന്തരം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യുക. മനുഷ്യൻ്റെ ഭക്തി എന്ന് പറയുന്നത് അവൻ തന്നെ ഉണ്ടാക്കി വെക്കുന്ന വിഗ്രഹങ്ങളുടെ മേൽ അവൻ്റെ മോഹങ്ങൾ മഴ പെയ്യുന്നത് പോലെ പെയ്യിച്ചുകൊണ്ടേ ഇരിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഈ ഭക്തി ആരാധന എന്ന് പറയും. ക്രിസ്ത്യാനികളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, അവിടെ ആരാധന അർപ്പിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. എവിടെയാണ് അർപ്പിക്കപ്പെടുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇത്? അതിൽ പ്രവർത്തിക്കുന്ന ദൈവസങ്കല്പം എന്താണ്? ആ ദൈവസങ്കല്പവും വേദപുസ്തകം, പ്രത്യേകിച്ച് യേശുക്രിസ്തു വെളിപ്പെടുത്തുന്ന ദൈവ സങ്കല്പവും തമ്മിൽ എന്തെങ്കിലും പൊരുത്തമുണ്ടോ? ക്രിസ്ത്യാനികൾ ജീവനുണ്ടെങ്കിൽ അങ്ങനെ അന്വേഷിക്കുകയില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമില്ല. അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ കാര്യം പോക്കാണ്. അവൻ പിന്നെ അവിടെ കാലുകുത്താൻ ഇടവുണ്ടാകിയാൽ അടിച്ചു വെളിയിൽ കളയും. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, പല ആളുകളുടെയും മനസ്സിലുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ, ഇന്ത്യയിൽ ആരംഭിച്ച അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഉടലെടുത്ത മതങ്ങളിൽ മാത്രമേ വിഗ്രഹാരാധനയുള്ളൂ എന്നതാണ്. അത് വലിയ വലിയ മണ്ടത്തരമാണ്. വിഗ്രഹാരാധനയില്ലാത്ത ഒരു മതവുമില്ല. ക്രിസ്തു മതവും ഇസ്ലാം മതവും എല്ലാം ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിന് മറ്റൊന്ന് പകരം വെക്കുക. ഇപ്പോൾ സർവബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിച്ച ദൈവത്തിന് പകരം ഒരു കല്ല് കൊണ്ട് കല്ലിന് ഇച്ചിരി ആകൃതിയോ കൊടുത്ത് അവിടെ പ്രദർശിച്ച്, പിന്നെ ശബരിമലയിലൊക്കെ പറഞ്ഞാൽ അയ്യപ്പനെ ഉണ്ടാക്കി വെച്ച് അയ്യപ്പന് ജീവനില്ലാത്തത് കൊണ്ട് തന്ത്രി അയ്യപ്പന് ജീവൻ കൊടുക്കും, അങ്ങനെ തന്ത്രി അയ്യപ്പൻ്റെ തന്തയാകും എന്നൊക്കെ പറയുന്ന ഈ അപഹാസ്യമായ സങ്കല്പങ്ങൾ, അത് വിഗ്രഹാരാധന അനിവാര്യമാണ്. പക്ഷെ ഇത് പൊതുവായ മർമ്മം, താത്വികമായ ദാർശനികമായ മർമ്മം എന്താണ്? ഒന്നിന് മറ്റൊന്ന് പകരം വയ്ക്കുക. അതിൻ്റെ പേരാണ് വിഗ്രഹം എന്നുള്ളത്. ഇപ്പൊ ജീവനുള്ള ദൈവത്തിന് പകരം ജീവനില്ലാത്തൊരു വസ്തു ദൈവമാണ് എന്ന് പറഞ്ഞ് അവിടെ സങ്കല്പിക്കുകയും
അതുകൊണ്ട് ആ ദൈവത്തിന് ഇപ്പോൾ വിഗ്രഹമായി സങ്കല്പിക്കപ്പെടുന്ന ദൈവത്തിന് താല്പര്യമുള്ളത് ഇപ്രകാരം ആരാധിക്കുക, ഇപ്രകാരം വെണ്ണ കൊടുക്കുക, പാല് കൊടുക്കുക, അല്ലെ തേൻ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഏതാണ്ട് പുകച്ചു കൊടുക്കുക, പിന്നെ സ്വർണ്ണം ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക. ദൈവത്തിൻ്റെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും രാത്രിയിലെ ആഹാരവും മുഴുവനും സ്വർണ്ണമായിരിക്കണം എന്ന ഒരു നിർബന്ധമുണ്ട്. ഈ സ്വർണം കൊണ്ട് ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇന്നും പിടികിട്ടിയിട്ടില്ല. എങ്കിലും ദൈവം ഒരു സ്വർണ്ണക്കൊതിയനാണ് എന്ന സങ്കല്പം എല്ലാ മതത്തിലും ഉണ്ട്. പണക്കൊതിയനായ ദൈവത്തെ അല്ലാതെ മനുഷ്യൻ അറിയുന്നില്ല. അപ്പോൾ ഈ ബിംബാരാധനയില്ലാത്ത ഒരു മതവുമില്ല. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ കാര്യം പറഞ്ഞാൽ, ക്രിസ്ത്യാനികൾ പള്ളികളിൽ കൂടെ അല്ലെങ്കിൽ കൂട്ടം കൂട്ടമായി ആരാധിക്കുന്ന യേശുക്രിസ്തു യഥാർത്ഥ യേശുക്രിസ്തു അല്ല, യേശുക്രിസ്തുവിന്റെ ബിംബം മാത്രമാണ്. ക്രിസ്ത്യാനികൾ വിളിച്ചപേക്ഷിക്കുന്ന യേശുക്രിസ്തു ഒരു ജീവിക്കുന്ന ദൈവമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് സത്യത്തിൽ ചരിത്രത്തിൽ ജീവിച്ച് പ്രവർത്തിച്ച മനുഷ്യരാശിയുടെ ഉദ്ധാരണത്തിന് വേണ്ടി ജീവനെ സമർപ്പിച്ച യേശുക്രിസ്തു ആണ് എങ്കിൽ വിവിധ സഭകൾ വേറിട്ട് നിൽക്കുവാൻ സാധ്യമല്ല. ഒറ്റ സഭയുണ്ടാകും, ഒരു രക്ഷിതാവും ഒരു സഭയും. പിന്നെ എങ്ങനെയാണ് ഈ 1900 സഭകൾ ഉണ്ടായത്? ഉത്തരം വളരെ ലളിതമാണ്. സത്യസന്ധമായി പറഞ്ഞാൽ വല്ലപ്പോഴുമെങ്കിലും സത്യം പറയണമല്ലോ, അവിടെ അങ്ങ് പറയാണ്. ഓരോ സഭകളും അറിയുന്നതും ആരാധിക്കുന്നതും യേശുവിൻ്റെ ബിംബങ്ങൾ മാത്രമാണ്. അത് കത്തോലിക്കർക്ക് ഒരു പ്രത്യേകമായ ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ മറ്റാരെങ്കിലും തൊട്ടാലോ തിന്നാലോ ആ ക്രിസ്തുവിന് ജ്വരം പിടിക്കും. ഇപ്പോൾ ശബരിമലയിൽ അയ്യപ്പൻ്റെ അടുത്ത് 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ ചെന്നാൽ അയ്യപ്പൻ്റെ സമനില തെറ്റും എന്ന് പറയുന്ന പോലെയുള്ള വിഡ്ഢിത്തരമാണ്. കത്തോലിക്കനായ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ കത്തോലിക്കരല്ലാത്ത ആരെങ്കിലും കഴിച്ചാൽ പിന്നെ ആകാശം ഇടിഞ്ഞു വീഴും എന്ന് പറയും. അത് പറയാനൊരു യുക്തിയുണ്ട്, വലിയ യുക്തിയുണ്ട്. കാരണം കത്തോലിക്കൻ അവനുണ്ടാക്കിയ യേശുവിൻ്റെ വിഗ്രഹത്തെ മാത്രമേ അറിയുന്നുള്ളൂ. മനുഷ്യരാശിക്ക് വേണ്ടി ജീവൻ കൊടുത്ത യേശുവിനെ അറിയുന്നില്ല എന്നതാണ്. പിന്നെ ഇങ്ങോട്ട് മാറിയാൽ ബാക്കിയുള്ള എല്ലാ സഭകളും അവരുടേതായ മൂർത്തികൾ, യേശുവിൻ്റെ മൂർത്തികൾ, ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ മൂർത്തിയും യേശുവിൻ്റെ മൂർത്തി, ഇപ്പം മാർത്തോമാ മൂർത്തി, CSI മൂർത്തി, പിന്നെ മെത്തഡിസ്റ്റ് മൂർത്തി, ഓർത്തഡോക്സ് മൂർത്തി, പിന്നെ ജേക്കബൈറ്റ് മൂർത്തി. ഈ ഓർത്തഡോക്സ് മൂർത്തിയും ജേക്കബൈറ്റ് മൂർത്തിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ എന്ത് ചെയ്യും? ഉടനെ മൂർത്തി മാറി മൂരിയാകും, ഉടനെ ഇടിക്കും, ഓടി വന്നിടിക്കും, മൂർത്തി മൂരിയാകും. ഇതാണ് ക്രിസ്ത്യാനിയുടെ യേശു സങ്കല്പം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എന്നെ കല്ലെറിയും, പക്ഷേ കല്ലെറിയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കും, എന്നെറിയാൻ കല്ലെടുക്കുമ്പോഴും എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും, ഏവം പറയുന്ന ശരി എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും. പക്ഷേ നിങ്ങളുടെ മനസ്സങ്ങനെ മന്ത്രിക്കുമ്പോഴും നിങ്ങൾ എന്നെ കല്ലെറിയും. കാരണം ചെറുപ്പം മുതലേ നിങ്ങൾക്ക് കിട്ടിയ താരിപ്പും പരിശീലനവും ആ തരത്തിലുള്ളതാണ്. എറിഞ്ഞോളൂ എറിഞ്ഞോളൂ എറിഞ്ഞോളൂ, ഞാൻ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഹിന്ദുമതത്തിൽ മാത്രമാണ് ബിംബാരാധന എന്ന് ആരും പറഞ്ഞ് ആശ്വസിക്കരുത് എന്ന് എവരോടും വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികൾ യേശുവിനെ മാത്രമല്ല, വേദപുസ്തകം, ക്രിസ്ത്യാനികളുടെ മറ്റൊരു വലിയ ബിംബമാണ് വേദപുസ്തകം. അത് ഓരോ സഭയും വേദപുസ്തകം വായിച്ചാൽ അതിനകത്ത് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് കിട്ടുന്നത്. ഇപ്പോൾ പണം പിരിക്കേണ്ടി വരുമ്പോൾ വായിക്കുന്ന വേദപുസ്തകമല്ല മറ്റൊരു സമയത്ത് വായിക്കും. ആരോഗ്യമുള്ളപ്പോൾ വായിക്കുന്ന വേദപുസ്തകമല്ല രോഗം വരുമ്പോൾ വായിക്കുന്ന. പെണ്ണ് കെട്ടാൻ പോകുന്ന സമയത്തെ വേദപുസ്തകമല്ല പെണ്ണ് പിറാൻ പോകുമ്പോൾ വായിക്കുന്ന വേദപുസ്തകം. അങ്ങനെ ഓരോ സമയത്തേക്കും ഓരോ വേദപുസ്തകത്തിൻ്റെ മൂർത്തികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആകെത്തുകയിൽ അടങ്ങിയിരിക്കുന്ന ദൈവികമായ വെളിച്ചവും ഉപദേശവും ആർക്കും വേണ്ട.
ഓരോരുത്തരും അവരുടെ താല്പര്യമനുസരിച്ച് ഓരോ നിമിഷത്തിലുണ്ടാക്കുന്ന വേദപുസ്തകത്തിൻ്റെ മൂർത്തികളെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകിയാൽ ഇവർ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് വളരെ വ്യക്തമായി ഗ്രഹിക്കാനായി ശബരിമലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒരു പശ്ചാത്തലം ഒരുക്കുന്നു എന്നതുകൊണ്ട് നാം ഏവരും ശബരിമലയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു എന്ന ഈ സമയത്ത് സാന്ദർഭികമായി ഞാനൊന്ന് ഒരു മെൻഷൻ ചെയ്യുന്നു, അത്രമാത്രം. ഇനിയും ഇങ്ങനെ ബിംബാരാധന അല്ലെങ്കിൽ മൂർത്തികളെ ഉണ്ടാക്കുകയും ദൈവത്തിന് പകരം നാം ഉണ്ടാക്കിയ മൂർത്തികളെ സ്ഥാപിച്ച് അവരുടെ മുമ്പിൽ ഈ കുരങ്ങ് കളിക്കുകയും ഭക്തി നടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാറ്റിനെയും വസ്തുക്കളായി തരം താഴ്ത്താൻ മനുഷ്യന്റെ ഉള്ളിലുള്ള പ്രവണത വളരെയധികം ശക്തി പ്രാപിക്കും. അതുകൊണ്ടാണ് ഒന്നാമത്തെ പുരുഷ മേധാവിത്വം തന്നെ ദൈവത്തെ ഇങ്ങനെ മൂർത്തിയാക്കുന്നതിൽ കൂടെ ഉണ്ടായതാണ് എന്ന് എന്തുകൊണ്ട് ഫെമിനിസ്റ്റുകൾ പോലും മനസ്സിലാക്കുന്നില്ല. ബാക്കിയുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. ഈ ഫെമിനിസം ഉണ്ടാകേണ്ട കാര്യം പുരുഷ മേധാവിത്വമാണ്. പുരുഷ മേധാവിത്വം എങ്ങനെയാണ് ഉണ്ടായത്? മൂർത്തികളിൽ നിന്നുണ്ടായതാണ്. മനുഷ്യനുണ്ടാക്കിയ ദൈവം എപ്പോഴും പുരുഷന്റെ കൂടെ നിൽക്കത്തുള്ളൂ. അതിനകത്തെ പ്രത്യേകത. അത് മറ്റൊരു വിഷയമാണ്, ഞാൻ കൂടുതൽ അത് പ്രതിപാദിക്കുന്നില്ല, മറ്റു സമയത്തായിക്കൊള്ളട്ടെ. അപ്പോൾ ആ പുരുഷന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അത് മേധാവിത്വത്തിന്റെ കണ്ണാകയാൽ അതിലേറ്റവും കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്നത് നിയന്ത്രണ ആസക്തിയാണ്. എന്തിനേയും എനിക്ക് നിയന്ത്രിക്കണം, എൻ്റെ ഇച്ഛയ്ക്ക് കീഴ്പ്പെടുത്തണം. അതിലേറ്റവും പ്രധാനമായിട്ടും ദൈവത്തെ എൻ്റെ ഇംഗിതത്തിന് കീഴ്പ്പെടുത്തണം. അതിനുപയോഗിക്കുന്ന തന്ത്രമാണ് ഈ ആരാധന. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് ഗുണം വരാനൊന്നും അല്ല, മനുഷ്യൻ ദൈവത്തെ ഏതെല്ലാം വിധത്തിൽ മെരുക്കിയെടുക്കാം എന്ന അന്വേഷണത്തിൽ കൂടെ കണ്ടുപിടിക്കുന്ന പൊട്ടത്തിന് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ആരാധന. അതുകൊണ്ടാണ് ദൈവത്തോട് മുഖസ്തുതി പറഞ്ഞ് ദൈവത്തിന് ഒരു ലക്കിൽ ലഗാനുമല്ല, വെറും പൊട്ടനാണ്, ഞാൻ ആരാണെന്ന് പോലും അറിയാൻ വയ്യാതെ അവിടെ ഇരിക്കുന്ന ഒരു ദൈവത്തെ അദ്ദേഹം ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനെങ്കിലും ഞാനൊരു ഗുണം ചെയ്യട്ടെ എന്നും പറഞ്ഞ് ഞാൻ ആരാധിക്കുന്നു. ദൈവമേ, നീ അതാകുന്നു, നീ അതാകുന്നു, നീ ബലവാനാകുന്നു, നീ നീതിമാനാകുന്നു, നീ കരുണ ചെയ്യുന്നവനാകുന്നു, ഞങ്ങളുടെ തലമുറകളെ നീ അനുഗ്രഹിക്കുന്നവനാകുന്നു, ഞങ്ങളുടെ പ്രത്യാശയാകുന്നു. ഇത് ദൈവത്തിന് അറിയാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയൊന്നുമല്ല. ഏതെങ്കിലും വിധത്തിൽ ദൈവത്തെ മെരുക്കിയെടുക്കാമോ? മെരുക്കിയെടുക്കാമോ? നമുക്കറിയാം, പല അല്പം ആഗോളതലത്തിൽ യൂറോപ്പിലെ നേതാക്കന്മാരാണെങ്കിലും മറ്റൊരു ഭൂഖണ്ഡങ്ങളിലെ നേതാക്കന്മാരും ട്രംപിനെ മെരുക്കിയെടുക്കാൻ ഉപയോഗിക്കുന്നതാണ് മുഖസ്തുതി. നമുക്കറിയാം, നേറ്റോയുടെ സെക്രട്ടറി ജനറലായിരുന്ന മാർക്ക് റൂട്ടെ ഗത്യന്തരമില്ലാതെ ട്രംപിനെ കയറി ഡാഡി എന്നങ്ങ് വിളിച്ചു. ഡാഡി, ഞങ്ങളുടെ അപ്പനാണ് നീ, എന്നാലെങ്കിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഇതേപോലത്തെ കാര്യം ഇത് തന്നെ നമ്മൾ ദൈവത്തോടും പറയും. ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ്. ഏതെങ്കിലും വിധത്തെ ദൈവത്തെ മെരുക്കിയെടുക്കാം. ദൈവത്തെ മെരുക്കിയെടുത്ത് സ്വന്തം ഇംഗിതത്തിന് കീഴ്പ്പെടുത്താനായിട്ടുള്ള രണ്ടാമത്തെ മാർഗമാണ് ദൈവത്തിന് കൈക്കൂലി കൊടുക്കുക. ഇന്ന് 10 രൂപ കൊടുത്തു, നാളെ 100 കൊടുത്താൽ ദൈവം കൂടുതൽ പ്രസാദിക്കും. മറ്റന്നാൾ എൻ്റെ കയ്യിലുള്ള മോതിരം ഊരി കൊടുത്താൽ, ഈ മോതിരം ഇപ്പോൾ ഏകദേശം 50 വർഷമാകാൻ പോകുന്നു, ഊരി കൊടുത്താൽ ദൈവം പ്രസാദിക്കും. പിന്നെ അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുന്ന വസ്തുവിൻ്റെ 10% കൊടുത്താൽ ദൈവം കൂടുതൽ പ്രസാദിക്കും. ഇങ്ങനെയുള്ള ധാരണകൾ അത് ദൈവത്തെ എങ്ങനെയെങ്കിലും ഒന്ന് മെരുക്കിയെടുക്കാൻ. പിന്നെ ഉള്ള തന്ത്രമാണ് ദൈവത്തിന് വളരെ താല്പര്യമുള്ള സ്ഥലങ്ങളുണ്ട്. മനുഷ്യൻ്റെ ചില ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ളതെന്ന് പറഞ്ഞതുപോലെ, ഇപ്പോൾ മൂന്നാറിൽ പോകുന്നു, അല്ലെങ്കിൽ പൊന്മുടിയിൽ പോകുന്നു, അല്ലെങ്കിൽ ഹിമാലയത്തിൽ ചില സ്ഥലങ്ങൾ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഖജുരാഹോ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ അജന്ത എല്ലോറോ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന് ഇഷ്ടമുള്ള ചില സ്ഥലങ്ങളുണ്ട്. അവിടെയും പോയി പൊന്നിടണം. പൊന്നിട്ടില്ലെങ്കിൽ അവിടെ രക്ഷയില്ല. അപ്പോൾ അവിടെയും പോയി, അതിനാണ് തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ദൈവത്തെ എങ്ങനെയെങ്കിലും ഒന്ന് കൈമണി അടിച്ച് സോപ്പിട്ട് ഒന്ന് മെരുക്കിയെടുക്കാനുള്ള മൂന്നാമത്തെ തന്ത്രമാണ് ഈ ഹോളി ടൂറിസം. തീർത്ഥാടന കേന്ദ്രത്തിലൊക്കെ ഒന്ന് പോയി അതിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ ഒന്ന്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഒക്കെ അർത്ഥം ദൈവത്തെ എങ്ങനെയെങ്കിലും ഒരു വസ്തുവായി നമ്മുടെ
താല്പര്യമനുസരിച്ച് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നമ്മുടെ ഇഷ്ടത്തിനൊത്ത് തുള്ളുകയും ചെയ്യുന്ന ഒരു വസ്തുവാക്കി, ദൈവത്തിന് സ്വതന്ത്രമായ യാതൊരു ഇച്ഛാശക്തിയുമില്ലാതെ ഇൻഡിപെൻഡൻറ്റ് വിൽ എന്ന് പറയും, സ്വന്തമായി ചിന്തിച്ച് സ്വന്തം ധാർമ്മിക ബോധമനുസരിച്ച് ചുമതല ബോധമനുസരിച്ച് ഒന്നും ചെയ്യാൻ ദൈവത്തിന് സ്വാതന്ത്ര്യം കൊടുക്കാതെ നമ്മുടെ സങ്കുചിതമായ താല്പര്യങ്ങൾക്കും ലാഭത്തിനും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമ്മുടെ പോക്കറ്റിൽ ഇടത്തക്കവണ്ണം ഒന്ന് മരിക്കെടുക്കാനായിട്ട് നാം കണ്ടുപിടിക്കുന്ന പലതരമായ തന്ത്രങ്ങളുടെ ആകെത്തുകയായിട്ടാണ് ആരാധന നാം അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പൊ ഇതുകൊണ്ടൊക്കെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യന് എല്ലാറ്റിനെയും വസ്തുക്കളാക്കി അധപ്പതിപ്പിക്കാനുള്ള പ്രവണത. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് വരെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഭാര്യ ഭർത്താവിൻ്റെ, ഇംഗ്ലീഷിൽ ചാറ്റൽ എന്ന വാക്ക് പറയും, ചാറ്റൽ, CHATTEL, അതാണ് എൻ്റെ ടെക്നിക്കലായിട്ടുള്ള പറയുന്നത്. എന്താണ് ചാറ്റൽ? പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്താണ്. ജീവനുള്ളൊരു സ്ത്രീ പുരുഷന്റെ നിർജീവമായ വസ്തുവാണെന്നാണ് ഈ പറയുന്നത്. അത് ഈ സ്വഭാവത്തിൽ നിന്ന് ഉദിക്കുന്നതാണെന്ന് പക്ഷേ പലപ്പോഴും ആളുകൾ തിരിച്ചറിയാറില്ല. അതുപോലെ തന്നെ മനുഷ്യന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അവൻ്റെ സൗകര്യത്തിന് ഇണങ്ങുന്ന വസ്തു, ഉദാഹരണമായിട്ട് അടിമ കച്ചവടം, നമുക്കറിയാം, അടിമ ഒരു മനുഷ്യജീവിയെ ഒരു വസ്തുവാക്കി മാറ്റുകയും യജമാനന്റെ ഇംഗിതമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ചലനശക്തിയുള്ള ഒരു വസ്തുവാക്കി മാറ്റുന്ന പൈശാചികമായ വ്യവസ്ഥിതിയുടെ പേരാണ് ഈ അടിമത്വം, അടിമ കച്ചവടം എന്നുള്ളത്. അത് നാം മനസ്സിലാക്കണം. ആ അടിമ കച്ചവടം നടന്ന കാലത്തും അടിമകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവർ വളരെ ഭക്തിയോടുകൂടെ ദൈവത്തെ ആരാധിച്ചിരുന്നു. ജീവനുള്ള ദൈവവും തങ്ങൾ ചെയ്യുന്ന പരിപാടിയും തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ട് എന്നവർക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ല. നമുക്കറിയാം, സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തൈഡ് മൂർച്ഛിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഡച്ച് റിഫോം ചർച്ച് വളരെ ഭക്തിയോടുകൂടെ ആരാധിച്ചിരുന്നു. ലോകത്തെമ്പാടും അടിമത്തം വിളമ്പി നടന്ന ശക്തികളുടെ കൂടെ മിഷണറിമാരും ഉണ്ടായിരുന്നു. ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ്. അവരൊന്നും തന്നെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകൾ ദൈവ സങ്കല്പത്തിന്, യഥാർത്ഥ സത്യത്തെയും കരുണയെയും നീതിയെയും വിലമതിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമാണ് എന്ന് അവർക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ല. അങ്ങനെ ചെയ്യുന്നത് ന്യായമാണ്, ഞങ്ങൾക്ക് അതിന് അവകാശമുണ്ട്, ദൈവം ഞങ്ങൾക്ക് അതിന് അവകാശം തന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ എന്താണെങ്കിലും കൈ കിട്ടുന്നത് മുഴുവനും ഒരു വസ്തുവാക്കി തരം താഴ്ത്താൻ. നമുക്കറിയാം, ഒരു രാഷ്ട്രീയക്കാരൻ, അവന് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കസേര. ഒരു ജനതയുടെ ആകമാനമായ ക്ഷേമത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നവൻ അതുടനെ അത് ചുരുക്കി ഒരു കസേരയാക്കി മാറ്റും. അത് മതത്തിൽ നടക്കുന്നു. ഒരുത്തൻ ബിഷപ്പാകുന്നു, ഉടനെ അവനൊരു വലിയ കസേര വേണം, കസേര. ഉടനെ അവൻ സിംഹാസനം ആകും. ഇരിക്കത്തില്ല, പിന്നെ ഇരിക്കാനൊക്കത്തില്ല, ഇരുന്നാൽ പോയി, പിന്നെ സിംഹാസന ആരൂഢനാകും. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഏറ്റെടുത്തിരിക്കുന്ന ചുമതല ഒരു വസ്തുവാക്കി മാറ്റിയെന്നല്ല എൻ്റെ അർത്ഥം. വേറെ വല്ല അർത്ഥം അതിനകത്തുണ്ട്. ഇത് മനുഷ്യൻ്റെ ഒരു വലിയ വൈകൃതമാണ്. മനുഷ്യ വ്യക്തിത്വത്തിന് ഏറ്റവും കൂടുതൽ കോട്ടം വരുത്തുന്ന ഒരു മർമ്മത്തെയാണ് ഒന്ന് പരിചയപ്പെടാൻ ഞാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ആരംഭം മനുഷ്യൻ ദൈവത്തെ ഒരു വസ്തുവാക്കി അധപ്പതിക്കുന്നതിലാണ് എന്നത് മനസ്സിലാക്കുക. ആ പ്രക്രിയയുടെ പേരാണ് ബിംബാരാധന അല്ലെങ്കിൽ വിഗ്രഹാരാധന. ആ വിഗ്രഹാരാധനയില്ലാത്ത ഒരു മതവുമില്ല. വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാകും, വിഗ്രഹങ്ങളുടെ രൂപവും സ്വഭാവവും ഒക്കെ മാറും. പക്ഷേ വിഗ്രഹം എന്ന പൊതുവായ മർമ്മം എല്ലാ മതത്തിലും എപ്പോഴും മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുകയും ക്രിയ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും വിഗ്രഹാരാധനക്കാരാണ്. അതുകൊണ്ടാണ് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ അപകടമാണ് എന്ന് മനുഷ്യൻ ധരിക്കുന്നത്. കാരണം വിഗ്രഹങ്ങൾ ചിന്തിക്കുകയില്ല. വിഗ്രഹങ്ങളിൽ കൂടെ മനുഷ്യൻ ചെയ്യാവുന്ന ആചാരക്രമങ്ങൾ മാത്രമാണ്. നമ്മൾ ഞായറാഴ്ച, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച പള്ളിയിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ അതിനകത്ത് ചിന്തിക്കാൻ ഒരു നിമിഷമുണ്ടോ?
ശബരിമല എന്ത് നടക്കുന്നു അത് ഇപ്പുറം നടക്കുന്നു, അത്രമാത്രം. യേശു പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സഭയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മെത്രാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ മെത്രാൻ പറയും അന്വേഷിക്കണം, എങ്ങനെയാണ് കൂടുതൽ പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണം, കാരണം അതിൻ്റെ ദശാംശം നീ കൊണ്ട് തന്നാൽ മതി. ആ അന്വേഷണം അല്ലാതെ ദൈവം തന്ന കഴിവുകളനുസരിച്ച് നിങ്ങൾ പൂർണ്ണത അന്വേഷിക്കണമെന്ന് ആരും നിങ്ങളോട് പറയില്ല. അതിനുള്ള നട്ടെല്ലാവർക്കും ഇല്ല. അപ്പോൾ ഈ ആരാധന എന്നത് വിഗ്രഹാരാധനയാണെന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം, ഞാൻ മുമ്പേ സൂചിപ്പിച്ചിട്ടുള്ള ഉദാഹരണം ഞാൻ ഓർപ്പിക്കട്ടെ. ഇപ്പൊ പരിശുദ്ധാത്മാവ് അമൂർത്തമാണ്. യേശു തന്നെ പറയുന്നു പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവ് എവിടെയായിരിക്കണമെന്നോ എങ്ങനെ പ്രവർത്തിക്കണമെന്നോ എപ്പോൾ പ്രവർത്തിക്കണമെന്നോ ആർക്കും പറയാൻ കഴിയുകയില്ല. അത് കാറ്റിനോട് സദൃശം. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല. ഇത് യേശു പറഞ്ഞതാണല്ലോ, എൻ്റെ കണ്ടുപിടുത്തമല്ലല്ലോ. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഈ മെത്രാന്മാരും കത്തനാന്മാരും ഞായറാഴ്ച പള്ളിയിൽ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ ഇറക്കുന്നത്? എങ്ങനെയാണ്? നിങ്ങൾ നല്ല ചെയ്യും. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ ഒരു പുരോഹിതന്റെ, ഒരു മെത്രാന്റെ കയ്യിൽ ഇതാ ഒതുക്കിയിരിക്കുന്നു. ഇതാണ് എൻ്റെ അർത്ഥം. വേറെ യാതൊരു അർത്ഥവും അതിനകത്തില്ല. പിന്നെ പ്രാർത്ഥന. ഈ ദീപക്കുറ്റി വീശിയാൽ പ്രാർത്ഥനയാകുമെന്ന് ഏത് ഗ്രാമർ കൊണ്ടാണ്, ഏത് വ്യാകരണത്തിലാണ് പറയുന്നത്? ഏത് അർത്ഥത്തിൽ പറയാൻ കഴിയും? നിങ്ങൾ കുന്തിരുക്കം പുകച്ചാൽ അതങ്ങ് സ്വർഗത്തിലേക്ക് പോകും, ദൈവത്തിൻ്റെ മൂക്കിൽ ചെന്ന് കയറും എന്ന് പറയണമെങ്കിൽ ഈ ബിംബാരാധനയിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. യാതൊരു സംശയവും വേണ്ട. ഇത് മുഴുവനും പരിപാടി തന്നെയാണ്. പക്ഷേ നമ്മളത് ചെറുപ്പത്തിലെ പരിചയപ്പെട്ടതുകൊണ്ട് ഇത് സത്യാരാധനയാണെന്നും ഞാൻ ആരാധിക്കുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് വേറെ ആരെങ്കിലും ആരാധിച്ചാൽ അത് ബിംബാരാധനയാണെന്നും പറഞ്ഞില്ലേ. ഇതെല്ലാം മണ്ടത്തരമാണ്, വെറും പൊട്ടത്തരമാണ്. ഇതൊക്കെ ഒന്ന് മാറ്റി സത്യസന്ധമായി മനുഷ്യത്വത്തിന് ഉതകുന്ന വിധത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയമായ വെളിച്ചത്തെ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് പരിഗണിച്ച്, ഒന്ന് അന്വേഷിച്ച് ചിന്തിച്ച് വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ എവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദയവായി വിഗ്രഹാരാധന നിർത്തണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.